അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മളോട് എന്തുവാ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം അല്ല നമ്മളോട് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചേരുമ്പോൾ ഹല്ലേലൂയ, നാവുകളെ നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ വായുകളെ എല്ലാം തുറന്ന് ഹല്ലേലൂയ, ആ നാവുകളെ എല്ലാം ഹല്ലേലൂയ ചലിച്ചുകൊണ്ട് ആ കർത്താവിനെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ നൽകിയിരിക്കുമ്പോൾ ആ കരങ്ങളെ തട്ടി നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങളെ എല്ലാം അടിച്ച് ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്ന ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ അത്ഭുതമല്ല, അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, ജീവിക്കുന്ന ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേ. എൻ മണാളനെ, എൻ മണാളനെ, എൻ്റെ പൊന്നു കാന്തനെ, വാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എന്റെ പേർ ചൊല്ലി അങ്ങു മാടി വീളിച്ചാൽ എൻ മണാളനെ, എന്റെ പൊന്നു കാന്തനെ, നിൻമുഖം നേരിൽ കാണാൻ ആ വാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എന്റെ പേർ ചൊല്ലി അങ്ങു മാടി വിളിച്ചാൽ അപ്പാ മറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേ. ചേർന്ന് പാടാം. അത്ഭുതമല്ല, അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എൻ്റെ ഉള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചേർന്ന് പാടാം. എൻ മണാളനെ, എൻ്റെ പൊന്നു കാന്തനെ, നിൻമുഖം നേരിൽ കാണാൻ, ആ പിതാവിന്റെ മുഖം കാണാൻ. ഹല്ലേലൂയ. എൻ മണാളനെ, എൻ്റെ പൊന്നു കാന്തനെ, നിൻമുഖം നേരിൽ കാണാൻ ആശയേറുന്നേ. വാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എൻ്റെ പേര് ചൊല്ലി അങ്ങു മാടി വിളിച്ചാൽ എൻ മണാളനെ, എൻ്റെ പൊന്നു കാന്തനെ, നിൻമുഖം നേരിൽ കാണാൻ ആശയേറുന്നേ. വാനമേഘത്തിൽ തൻ ദൂതരുമൊത്ത് എൻ്റെ പേർ ചൊല്ലി അങ്ങു മാടി വിളിച്ചാൽ അപ്പാ ഞാൻ നിന്നിൽ മറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എൻ്റെ ഉള്ളം നിറഞ്ഞു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേ. അത്ഭുതമല്ല, അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ.
പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ, ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും നിന്റെ സ്നേഹമോർക്കുമ്പോൾ, അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയാ. ഓ ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടുവീടു വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടുവീടു വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച ഇത്രത്തോളം യഹോവ സഹായിച്ചു. നാട്ടിൽ ചേർത്തു കൊള്ളാമെന്ന് നാഥനെ ഇത്രത്തോളം യഹോവ ആമേൻ. കണ്ണും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. ആമേൻ. കണ്ണുനീരും ദുഃഖവും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. അന്നു പാടും ദൂതർ മധ്യേ ആർത്തു പാടും ശുദ്ധ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്ക എന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ലായികയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ആഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ. ആഗാരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, പോലെ ഞാൻ കരഞ്ഞപ്പോൾ, പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ആഗാരിനെ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീർക്കൊരു മറുപടിയായി ഹല്ലേലൂയ കണ്ണുനീരിനെ തുരുത്തിയിലാക്കുന്നൊരു ദൈവം. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒരിക്കൽ കൂടി മരുഭൂമിക്കു ജീവജലം തന്നെ ഇത്രത്തോളം ചേർന്ന് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇല്ലായ്മയിൽ നിന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം സഹായിച്ചു. ആമേൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഇത്ര പകൽക്കാലം കഴിയും. ഇത്രത്തോളം എന്നെ യഹോവ എന്നെ സഹായിച്ചു. ഇത്രത്തോളം എന്റെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, മാറായുടെ കൈപ്പുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, അവിടെയും ഹല്ലേലൂയ ഒരു നീരുറവ എനിക്ക് തുറന്നൊരു ദൈവം, ഒരു ജീവജലത്തെ തുറന്നൊരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. ശരന്തരേ ദേവാന ശേരന്തരേ രാന ശേരന്തരേ. ഓ ആമേൻ. മരുഭൂമി
തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ. ഏകനായി നിന്ദ്യനായി, ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടുവീടു വിട്ടു ഞാൻ നിന്ദ്യനായി പരദേശിയായി നാടുവീടു വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ ഇത്രത്തോളം. ലോകമെല്ലാം വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ ഇത്രത്തോളം യഹോവ. ചേർത്ത് പാടാമോ? ആമേൻ. സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച ആ ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്നും കൂടി ഒന്ന് ചേർന്ന് പാടാമോ? ആമേൻ. സ്വന്ത വീട്ടിൽ ചേർത്തു കൊള്ളാമെന്നുറച്ച നാഥനെ യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ ഒന്നുമില്ലായ്കയിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം. ഓ ശാന്തരേ, ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓ ഒന്നുമിൽ ഗുഡാരശേരന്താരേ റിവാരശേ ഒന്നുമില്ലായ്കയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓ ഒന്നുമില്ലായ്മയിലും ഓ ഇന്നവരെ ഉയർത്തിയ ദൈവം ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓ സ്വന്ത വീട്ടിൽ ചേർത്തുകൊള്ളാം എന്നുറച്ച നാം ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത വീട്ടിൽ ചേർത്തുകൊള്ളാം എന്നുറച്ച നാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ിൽ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവിനെ കരങ്ങളെ തട്ടി, ആ കർത്താവിനെ കരങ്ങളെ തട്ടി ഒന്ന് കർത്താവിന് സ്തുതി കൊടുക്കാമോ? ഹല്ലേലൂയ ശാദാരാന്തലേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണല്ലോ, യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ മക്കൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ഒരു ജനറേഷനും കൊണ്ട് നിൽക്കുന്നതല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ, ആ കരുണ, ഹല്ലേലൂയ, മക്കൾക്കും അവന്റെ മക്കളുടെ മക്കൾക്കും, ഹല്ലേലൂയ, ഉയരത്തക്കവണ്ണമായ ഒരു കൃപ നീതിയാണ് എന്റെ കർത്താവിൻ്റെത്. ഹല്ലേലൂയ. ശരരാന്തരേ. ഓ ശബരാന്തരികമാന ശേധേ ഒന്നുമില്ലായ്മയിലും ഹല്ലേലൂയ, ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിലും ഹല്ലേലൂയ 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 അവിടെ നിന്നും കരം പിടിച്ച് നമ്മളെ വലിച്ചു കയറ്റിയ ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് ഓ ശരരാന്തരേ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരുണ ചെയ്യാം. ആ കർത്താവിന്റെ നീതിക്കായി ഹല്ലേലൂയ കർത്താവിന്റെ സ്തുതികളെ കൊടുക്കാമോ? ആ കരങ്ങളെ എല്ലാം ഉയർത്തി ഉറിമന ശാന്തരാരികൾ പ്രൗഢമാനവ ശാന്തരേ. ഹല്ലേലൂയ. വാഗ്ദത്തം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വപ്നം കണ്ട ജോസഫ്
തളർത്തുവാൻ സ്വന്തം കുടുംബക്കാരെ നോക്കിയപ്പോഴും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വപ്നം കണ്ടവൻ അറിയാം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ കൈവിടില്ലെന്ന്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൊട്ടക്കണച്ച് വീണാലും സ്വപ്നം കണ്ടവൻ അറിയാം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ലെന്ന്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വപ്നം കണ്ടപ്പോൾ കുടുംബക്കാരവനെ കളിയാക്കിയെങ്കിലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ അറിയാം, ഹല്ലേലൂയ, ഇനി വരും കാലത്ത് എൻ്റെ സ്വപ്നത്തെ ഹല്ലേലൂയ നിറവേറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും, ഹല്ലേലൂയ. വാഗ്ദത്തം ലഭിച്ച ഹല്ലേലൂയ ദൈവവൈ നിന്റെ മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ, കർത്താവ് അത് നിവർത്തിയിരിക്കുന്ന ദിവസമാണ്, ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കാണുവാൻ, ഹല്ലേലൂയ, അതിശയങ്ങളെ കാണുവാൻ ലോകം നിന്നെ കാണുമ്പോൾ ഇത് അത്ഭുതമെന്ന് പറയുമെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിനക്ക് ഒരുക്കിയിട്ടുണ്ട്, ഹല്ലേലൂയ. അതൊരു കണ്ണു കണ്ടിട്ടില്ല, അതൊരു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വണ്ണമായ ഹല്ലേലൂയ ഒരു അത്ഭുതം, ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഹല്ലേലൂയ ഭുജിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരെന്ന് എന്റെ കർത്താവ് എനിക്ക് നൽകി തരുന്നത് കാണാത്തതാണ്, അതിന്നേ വരെ ആരും കേൾക്കാത്തതാണ്, ഇന്നേ വരെ ഹല്ലേലൂയ മനസ്സിൽ പോലും വിചാരിക്കാത്തതാണ്, ഹല്ലേലൂയ. ഓ ശാന്തരേ ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു, ആരുമാറിയാത്ത ശ്രേഷ്ഠ ഭോജന ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്ന എന്റെ ആഹാരം, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്ന എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി, എൻ്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നു പ്രിയനേ, ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരും ചെയ്യൂ, ഞാനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു അറിയുന്നു, പ്രിയനേ, അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ, എൻ്റെ ഇഷ്ടം
ആ കരങ്ങളെ എല്ലാം ഉയർത്തി, ആ കരങ്ങളെ എല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതി കൊടുക്കാമോ? അപ്പ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അപ്പന്റെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ പൂർണ്ണമാക്കണേ. ഓ അപ്പ എന്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട പിതാവേ, ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒന്നും വേണ്ട കർത്താവേ. അപ്പന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ, അപ്പന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ. അപ്പൻ എനിക്ക് ഇട്ടിട്ടുള്ള പദ്ധതി മാത്രം മതി കർത്താവേ. ഓ ശരണേ, ഓ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ഓ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. ആരും ഇഷ്ടഭോജനം ഞാൻ ഭുജിച്ച് നിത്യം ജീവിച്ചിടുന്നപ്പാ, എനിക്ക് വേണ്ടി നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ ഓരോ ദിവസം കർത്താവേ, ഓരോ ദിവസം എന്നെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ലല്ലോ, എത്ര സ്തുതി പറഞ്ഞാലും മതിയാവത്തില്ലല്ലോ അപ്പാ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ നൽകി തന്ന പാട്ടുകൾക്കായി, നൽകി തന്ന കർത്താവേ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പന്റെ കരങ്ങൾ ഞങ്ങളെ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവമാനമോത്തോപ്പന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും കേൾക്കാമോ? പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശനീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശനീ. പരദേവനഹോ നമുക്ക് തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. മൂടിയാനെറുകയത്തന്നെ മുടിക്കും ആദിനാഥനോടു ചെയ്തു താമനിശ നീ. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, നിന്നൊഴിവു കർത്തനാം അഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശ നീ. പരദേവനഹോ നമുക്ക് കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് വളരെ ആത്മനിറവോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഞാൻ ശ്രവിക്കുകയായിരുന്നു. വിശേഷാൽ
ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട പൈതലാണ്. ഒത്തിരി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസി ടിജി സിസ്റ്ററും അതുപോലെ ഞാൻ വളരെ ആത്മാർത്ഥമായ വളരെ ആത്മീയ ബന്ധമുള്ള ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക യൗവനക്കാർ ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിലിരുന്ന് കരയുവാനൊക്കെ ഈ പ്രിയ പൈതലിന് ദൈവം കൊടുത്ത ആ കൃപയെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ വർഷം 50 മണിക്കൂർ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒന്നിച്ച് ആയിരുന്നു. ഞങ്ങൾ മുഴുവൻ സഹോദരിമാരായിരുന്നെങ്കിലും ഹഗായിമ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് രാത്രിയിൽ വളരെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ആരാധിക്കുകയും ഒക്കെ ചെയ്ത ആ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ് അവൻ. അടുത്ത ഈ തലമുറ നേടുവാൻ സുവിശേഷത്തിനു വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനായി ഞാൻ അവനെ കാണുന്നു. കർത്താവ് ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു മിഷണറിയായി അവനെ ഉപയോഗിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവസന്നിധിയിൽ ആ ഒരു ആലോചനയും ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് പ്രിയ പൈതലിനെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ സൂസൻ സിസ്റ്ററിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പൂർത്തീകരിപ്പാൻ സാധിക്കാതെ പോയ 1-2 കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു അവസരം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചപ്പോൾ തന്നെ ആ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ വീണ്ടും ഈ ആഴ്ചയിലേക്ക് വേണ്ടിയും എനിക്ക് സമയം വേർതിരിക്കുവാൻ കർത്താവിന്റെ ദാസിയുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ദൈവം നമ്മോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ അത് നാം വളരെ കരുതലോടെ ശ്രദ്ധയോടെ കുറുക്കൊള്ളുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹം. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തുടർന്നുള്ള ചിന്തിക്കുന്നതിനായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തീയ വനിത വിജയകരമായ പ്രായോഗിക ജീവിതം നയിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് നോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് സുവിശേഷീകരണത്തിലുള്ള പങ്കും കൂടിയായിരുന്നു. അത് അതിൻ്റെ ഒടുവിലായിട്ട് ഈ സെക്ഷനിൽ വരുന്നുണ്ട്. എന്നാൽ ഈ ആരംഭ സമയങ്ങളിൽ പുതുതായിട്ട് ചില കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിലുള്ളത്. സഹോദരിമാർക്ക് വേണ്ടി എത്രയേറെ മണിക്കൂർ മതിയാകാത്ത വിധം അനേക കാര്യങ്ങൾ നമ്മുടെ ദൈവവചനത്തിലും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ഏറ്റവും ചുരുക്കമായത് അനേക കാര്യങ്ങൾ ഹൃദയത്തിലൂടെ കടന്നുപോയതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്നും അത്യാവശ്യമെന്നും തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ കരുതുവാൻ ഇടയായി തീർന്നത്. ഈ സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിന്റെ 31-ാം വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളതും നമ്മൾ തന്നെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും പ്രസംഗകരായിട്ട് കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും തന്നെ സംസാരിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വചനമാണ് ഇതെന്ന് എനിക്കറിയാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിന്റെ പ്രാരംഭ സമയമല്ല ഈ വാക്യങ്ങൾ കാണുന്നത്. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. അതായത് അവളുടെ ജീവിതം വളരെ വിജയകരമായി പൂർത്തിയാക്കി. 31-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റിയും അവളുടെ ജീവിതത്തിൽ അവൾ ശ്രദ്ധിക്കേണ്ട ചെയ്തതും അവളെ വിജയിപ്പിച്ചതുമായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ വചനം വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും ഒന്ന് വായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പുതിയ പുതിയ ദൂതുകൾ, ആലോചനകൾ അതിലൂടെ നമുക്ക് ലഭിക്കും. അങ്ങനെ ആ 10 മുതലുള്ള വാക്യങ്ങൾ അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതുവരെയും അവൾ പ്രവർത്തിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷൻ, ഇതുവരെയും അവളുടെ ജീവിതത്തിലൂടെ അവൾ നേടിയെടുത്ത ആ വിജയത്തിന്റെ ഒരു ആഘോഷം, ഒരു പ്രഖ്യാപനമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നാം പറയുമ്പോഴും നാം അറിയാതെ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്, നമ്മളിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാം പലപ്പോഴും പറയും ഞാനൊന്നും ആയിട്ടില്ല, എനിക്കൊന്നിനും കഴിവില്ല. സാധാരണഗതിയിൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് ഓരോരുത്തർക്കും പറയാം, എനിക്കും എൻ്റെ പേഴ്സണലായിട്ട് പറയാൻ പറ്റും, എന്തെല്ലാം അധ്വാനിച്ചാലും
ആരും ഒരുപക്ഷെ അംഗീകരിച്ചില്ലെന്ന് വരും. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നമ്മുടെ കടമയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള നിലയിൽ മാത്രമുള്ള ഒരു പ്രതികരണമേ നമുക്ക് സാധാരണ ലഭിക്കാറുള്ളൂ. ആരും തന്നെ ഇല്ല. എന്നാൽ ഇവിടെ ഈ സ്ത്രീ പ്രശംസിക്കപ്പെടുന്നുണ്ട്. ഓരോരുത്തരും ഇതുപോലെ ബുദ്ധിപൂർവം വിവേകപൂർവം നമ്മുടെ ജീവിതം ഫലപ്രദമായി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ ആ പ്രായോഗിക ജീവിത കാലഘട്ടത്തിൽ നമ്മളെ ആരും അംഗീകരിക്കുകയോ പ്രശംസിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ജീവിതത്തിന്റെ സായാഹ്ന സമയങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നാം ചെയ്ത പ്രവൃത്തികളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ സാഹചര്യം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അറ്റ കൈയെന്ന പോലെ ഞാൻ പറഞ്ഞാൽ നമ്മളുടെ മരണസമയത്തെങ്കിലും നാം ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുള്ള യാത്രയയപ്പ് സമയത്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറയും, അവളുടെ പ്രവൃത്തികളുടെ ഫലം അവൾ കൊടുപ്പി. ഇവിടെ ഈ ഭൂമിയിൽ എന്തുമാത്രം ആദരിക്കപ്പെടുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എന്തുമാത്രം പ്രശംസിക്കപ്പെടുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. നമ്മളുടെ ജീവിതം എത്രമാത്രം ഫലപ്രദമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ആധാരമായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അധ്വാനം, നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്തത് ഒക്കെ അവഗണിക്കപ്പെട്ടു പോയേക്കാം, ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. എന്നാൽ ഒരിക്കൽ അതിനൊക്കെയും പ്രതിഫലമുണ്ടാകും. ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയത്തില്ല. ദൈവത്തിന് മനുഷ്യരൊക്കെ മറന്നുപോകും, പക്ഷെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ, ഒരു സഹോദരിയെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല, ദൈവം മറന്നു പോകത്തില്ല. നിന്നോട് ഉള്ള ആ വിശ്വസ്ത സൂക്ഷിക്കും എന്നുള്ളത് ഒരു ആശ്വാസമായി നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമാണ്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതം, പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകുവാൻ പറ്റുന്ന, ആവശ്യമായിരിക്കുന്ന, ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം വേഗത്തിൽ പ്രസ്താവിക്കുവാൻ. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ടത് ദൈവവുമായുള്ള ബന്ധത്തിനാണ്. ദൈവിക ബന്ധം സൂക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവഭക്തയായ യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കുടുംബമൊക്കെ അതിനുശേഷമേ വരുന്നുള്ളൂ. ദൈവമാണ് ഒന്നാമത് നിൽക്കേണ്ടത്. മത്തായി 6:33 പ്രകാരമാണ് വായിക്കുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യമേ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്താൽ നമുക്ക് നിശ്ചയമായിട്ടും അവിടെ ഒരു വിജയത്തിന്റെ ഒന്നാമത്തെ പടി നമ്മൾ ചവിട്ടി കയറി എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ നാം നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിനുള്ള സ്ഥാനം ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണും. ഞാൻ കുറെ നാളായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മോളുടെ കുഞ്ഞു മിക്കാറും ഇവിടെ കാണും, അവളെ ഡേ കെയറിലൊക്കെ വിടണം, മറ്റു പല അത്യാവശ്യങ്ങൾ രാവിലെയൊക്കെ ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ട് ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് രാവിലെ ഇച്ചിരി താമസിച്ചായിട്ട് ആയിരിക്കും ഉണരുന്നത്. അപ്പൊ എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ കുറവ് വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഓർത്ത് ഇതിങ്ങനെ പോയാൽ ഒക്കത്തില്ലല്ലോ, അങ്ങനെ ഒരു ദിവസത്തെ എൻ്റെ പ്രാർത്ഥന, വചനധ്യാനം എന്നിവ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും മാറ്റാൻ ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു സമയം ഒന്ന് മാറ്റാമെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് ശരിയായ നിലയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നെ കാണിച്ചു തന്ന ഒരു സമയം, ഫസ്റ്റ് അവർ ഓഫ് ദ ഡേ, ദിവസത്തിന്റെ ഒന്നാമത്തെ മണിക്കൂർ, അതായത് രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം. ആ പുതിയ തീയതി തുടങ്ങുമ്പോൾ ഒന്നാമത്തെ മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി വേർതിരിക്കാമെങ്കിൽ, രാവിലെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ മിക്കവാറും നടക്കത്തില്ല. നിങ്ങളിൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ, രാവിലെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഒന്നിരുന്ന് വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കുമോ? നമ്മളുടെ പല ഉത്തരവാദിത്തങ്ങളുള്ളപ്പോൾ, മറ്റു ജോലികളും പരിപാടികളും ഒന്നും ഇല്ല, നമ്മൾ വളരെ ടോട്ടലി ഫ്രീ ആണെങ്കിൽ സാധിക്കുമായിരിക്കും. പക്ഷെ മിക്കവാർക്കും പേർക്കും, 90% പേർക്കും സാധിക്കത്തില്ല. എന്നാൽ എല്ലാവരും ഉറങ്ങുന്ന സമയം രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ അന്നേരം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന്റെ ഒന്നാമത്തെ മണിക്കൂർ, അതായത് ദൈവം നോക്കുമ്പോൾ ആ ദിവസത്തിന്റെയും ആദ്യത്തെ മണിക്കൂർ ദൈവത്തിന് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ദിവസം
സാധിക്കത്തില്ല കേട്ടോ. ചില സമയങ്ങളിൽ എനിക്കത് സാധിക്കാതെ പോകുന്നുണ്ട്. എങ്കിലും പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ അലാറം വെച്ച് ഫോണിൽ 12 മണിയാകുമ്പോൾ, കാരണം എൻ്റെ ഈ 24 hours പ്രയറിനകത്ത് ഞാൻ 10 മുതൽ 11 വരെയാണ് എൻ്റെ സമയം. അപ്പൊ ആ 11 കഴിഞ്ഞ് പിന്നെ ഉള്ള 1 മണിക്കൂർ സമയം അത്യാവശ്യം മെസ്സേജും ഒക്കെ നോക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ 12 മുതൽ 1 മണി വരെയുള്ള സമയം എനിക്ക് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആ കാര്യം കൃത്യമായിട്ട് നടന്നു പോയതിന്റെ ഒരു സംതൃപ്തിയും ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു അത് അത്യാവശ്യം പ്രാർത്ഥിച്ചൊന്ന് എഴുന്നേറ്റിട്ട് പിന്നെ പകലെപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ കിട്ടുന്നതനുസരിച്ച് ഒന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നതിനെ സാധിക്കുന്നുള്ളെങ്കിൽ പോലും നമുക്കൊരു കുറ്റബോധവുമില്ല. ദൈവസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണവുമായി. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ആരാധനയ്ക്കും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രായോഗികമായിട്ട് ഞാൻ ഈ പറഞ്ഞ ആ സമയം, ഒരു സമയം കണ്ടെത്തി രാത്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം. ഇവിടെ വത്സമാമ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാവിലെ വെളുപ്പിന് 3 മണിക്കാണ് വത്സമാമ എഴുന്നേൽക്കുന്നത്. ഒരു ശല്യവും ഇല്ലാത്ത സമയമാണ്. 3 മുതൽ 4 വരെയാണ് നമ്മളുടെ ലൈനിലെ പ്രാർത്ഥന. അതിനുശേഷവും അതിന് ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ അവസരം കിട്ടും. എന്ന് പറഞ്ഞതുപോലെ സ്വസ്ഥമായുള്ള ഒരു സമയം ദൈവവുമായിട്ട് വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും നാം കണ്ടെത്തണം. അവിടെ കൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളുടെ പകുതി കാര്യങ്ങൾ പരിഹാരമാകും. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇത് എങ്ങും കൊണ്ട് എത്തിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. കൃത്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ദൈവത്തോടുള്ള ആ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് നിശ്ചിത സമയത്ത് സകല കാര്യവും കൃത്യമായിട്ട് നിർവഹിക്കാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് പ്രഥമ പരിഗണന, ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായോഗികമായി പറയാനാണ് ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുമുണ്ട്. അത് നമ്മളുടെ സമയ വിനിയോഗത്തെ പറ്റിയാണ്. കർത്താവിന്റെ ദാസി സൂസൻ സിസ്റ്റർ എന്നോട് അതൊന്ന് മെൻഷൻ ചെയ്യുകയും ചെയ്തായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത്. എഫേസ്യർ 5:16 ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ. നമ്മൾ ഈ കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു തടസ്സമായിട്ട്, അല്ലെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ ഭാഷയിൽ പറയുമ്പോൾ വില്ലനായിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ. നമ്മൾ പല കാര്യങ്ങളും നോക്കിയും കണ്ടും അതിനകത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നൊക്കെ ചെയ്യുമ്പം നമ്മൾക്ക് ഒരു ക്വാളിറ്റി ടൈം ഒത്തിരി അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രയോജനകരമായ നിലയിൽ ഉപയോഗിക്കാൻ പറ്റിയ, പക്ഷെ നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നതിൽ നമുക്ക് വേണ്ടവണ്ണം അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളുടെ പല കാര്യങ്ങളും തടസ്സം വന്നു പോവുകയാണ്. നമ്മൾ അതുകൊണ്ട് പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവിന്റെ ദാസി കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞു, മാസികയുടെ കാര്യമുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. എനിക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ജോലിക്കാര് സഹായികൾ ആരുമില്ല. എൻ്റെ ഹസ്ബൻഡ് സഹായിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ ഇപ്പം വീട്ടിലുള്ളു താനും. അങ്ങനെ പണ്ട് തൊട്ടേ പിള്ളേരുണ്ടായിരുന്നപ്പം പിള്ളേരെ കൊണ്ടും അവരെ പറ്റുന്ന ജോലികളൊക്കെ അവരെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങള് കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു മാസത്തിൽ എല്ലാ മാസവും ഉത്തമ സുഭാഷിതം പത്രം ഇടണം. ഇപ്പൊ കുറെ നാളായിട്ട് ഇപ്പൊ സുഭാഷിതത്തിൽ പൂർണ്ണമായിട്ട് മോഹൻചാൻ അങ്ങ് ഏറ്റെടുത്തി കാര്യത്തിൽ എനിക്കൊരു ബേർഡൻ ഇല്ല. പിന്നെ പുസ്തകങ്ങളിലും അധികം ഒന്നും വായന കുറഞ്ഞു പോയത് കൊണ്ട് പുസ്തക പ്രസിദ്ധീകരണം വളരെ കുറവാണ്. അതുകൊണ്ട് ആ ഭാഗത്തും കുറച്ച് സമയം ഒത്തിരി ഫ്രീ കിട്ടുന്നുണ്ട്. എന്നാൽ അതുകൂടാതെ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, ചെടിയുണ്ട്, കൃഷിയുണ്ട്, പിന്നെ മീറ്റിങ്ങുകളുണ്ട്, ഇങ്ങനെ പല പല ഒത്തിരി കാര്യങ്ങൾ. അതിനേക്കാൾ എല്ലാം പ്രധാനം ഒരു മാസം ഇറങ്ങാനുണ്ട്. മാസികയുടെ വർക്കുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു മാസത്തെ കാര്യം ആദ്യം നമ്മൾ ഇപ്പൊ പുതിയ ഒരു മാസം തുടങ്ങുന്നതിന് മുമ്പായി ഈ മാസം എന്തൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ കുറിക്കൊള്ളുക ചെയ്യണം. നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന കാര്യമുണ്ട്, ദിവസം ചെയ്യുന്ന കാര്യമുണ്ട്. പക്ഷെ ഓരോ മാസവും നമുക്ക് അത്യാവശ്യമായിട്ട് നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ നോക്കിയ മാസത്തിന്റെ വേണ്ടി മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട്, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ, അല്ലെങ്കിൽ ഈ മാസത്തിന്റെ ഇത്രാം തീയതി ഇന്ന കാര്യം. മീറ്റിങ്ങുകളൊക്കെ നമുക്ക് നേരത്തെ ക്രമീകരിക്കപ്പെടാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ചർച്ചിലെ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അതിനെല്ലാം നമുക്ക് ഒരു തീയതിയും സമയവും ഒക്കെ നമ്മൾ തീരുമാനിച്ചിട്ട്, പിന്നെ നമ്മൾ ആഴ്ചകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. 4 ആഴ്ച സാധാരണഗതിയിൽ നമുക്ക് ഒരു മാസം 4 ആഴ്ച. ഓരോ ആഴ്ചയിലെയും നമ്മളുടെ ആ ഒരു ടൈം ഷെഡ്യൂൾ, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് നിർവഹിക്കാനുണ്ട്, അത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട്, പിന്നെ
ദിവസത്തേക്ക്, അതാത് ദിവസങ്ങൾ, ഓരോ ദിവസവും വളരെ പ്രത്യേകമായിട്ടുള്ളതും യാദൃശ്ചികമായിട്ട് ഇതിനിടയ്ക്ക് നമുക്ക് ഒത്തിരി സമയം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇടയ്ക്ക് മൊബൈൽ ഫോൺ ചില കാര്യങ്ങൾ കയറി വരും, ഒത്തിരി ഫോൺ സംഭാഷണങ്ങൾ ഒരുപക്ഷെ വരും. ഇതൊന്നും നമ്മുടെ ലിസ്റ്റിൽ പെടാറില്ല. നമ്മൾ അറിയാതെയും നമുക്ക് മനഃപൂർവ്വമല്ലാതെയും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ കുറച്ച് ഫ്രീ ടൈം ഇടയ്ക്ക് വിട്ടേക്കുന്നത് നല്ലതാ. അതുപോലെ ഗസ്റ്റ് വരാം, പല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. ഒരു വഴി നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള കല്യാണങ്ങളോ മരണ ശവസംസ്കാരങ്ങളോ തുടങ്ങിയുള്ള ഒത്തിരി സംഭവങ്ങൾ ഇതിനിടയിൽ കയറി വരുമ്പോൾ കുറച്ച് ഫ്രീ ടൈം എപ്പോഴും ഇട്ടേക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് അതാത് ദിവസം നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ച് നിർവഹിച്ചാൽ അതാത് ദിവസം എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ഇവാലുവേഷൻ ഒന്ന് നടത്തണം. ഒരാഴ്ച അതിന്റെ ശനിയാഴ്ച വൈകിട്ട് ഒരു ഇവാലുവേഷൻ. ഈ ആഴ്ച ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഈ ആഴ്ച ചെയ്യാൻ പറ്റിയോ? 10 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചിലപ്പം 3 നടന്നു കാണത്തുള്ളൂ, ചിലപ്പം 10 അല്ല 12 കൂടെ ചെയ്യാൻ പറ്റി കാണും. അല്ലെ അത് നിങ്ങളുടെ കഴിവ്, സാമർഥ്യം എന്നൊക്കെ പറയും. അതേസമയം ചിലപ്പം ഒന്നും നടന്നില്ലെന്ന് വരും. ഒരു പക്ഷെ നമ്മൾ രോഗിയായി പോയെങ്കിൽ നമുക്ക് ഇതെല്ലാം താളത്തിലായി പോകത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ആഴ്ചയിൽ, അതുപോലെ തന്നെ മാസത്തിന്റെ അവസാന ദിവസത്തിൽ പിറ്റേ മാസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച, എന്നിൽ കൂടെ നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഈ ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിൽ തീർത്തെടുക്കുവാൻ എനിക്ക് ഇല്ലെങ്കിൽ അടുത്ത മാസം അതെങ്ങനെ അതിനെ ഒന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, നന്നായി ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? നമ്മൾ വളരെ ബിസി ആയിട്ടിരിക്കണം എപ്പോഴും കേട്ടോ. ഞാനേതാ പറയുന്നത്, ചില ആളുകളോട് ചോദിച്ചാൽ അവർ പറയും എനിക്ക് ഒട്ടും സമയമില്ല. എന്നാ അന്നത്തെ ദിവസം നിങ്ങൾ എന്നൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ എന്നൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തതായിട്ട് പ്രത്യേകം പറയാനൊന്നും ഇല്ല. പക്ഷെ സമയമേ ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ശരിയായ നിലയിൽ സമയത്തുണ്ട്. അതുകൊണ്ട് ഈ സമയവിനിയോഗം എന്ന് പറയുന്നത് വളരെ പ്രധാന. എല്ലാ കാര്യത്തിനും വേണ്ടുന്ന സമയം നിശ്ചയിക്കുകയും വേണം. എന്നിട്ട് മുൻഗണന അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത്. പ്രാധാന്യമുള്ളത്, ഒട്ടും പ്രധാനമല്ലാത്ത കാര്യത്തിന് ഏറ്റവും അവസാനത്തെ സമയമോ ഏറ്റവും കുറച്ച് സമയമോ നമ്മൾ കൊടുത്താൽ മതി. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ കാര്യത്തിന് നമുക്ക് ഈ വിശദമായിട്ട് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, അതിന്റെ വിശദീകരണത്തിലേക്ക് പ്രാക്ടിക്കൽ വശങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. നമ്മളുടെ സമയം വേഗത്തിൽ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി അത് സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ, ഈ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ തക്കത്തിൽ സമയം ഉപയോഗിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വളരെയേറെ സമയം കിട്ടുകയും ചെയ്യും. നമ്മളെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാനും സാധിക്കും. പക്ഷെ ചിലരുണ്ട് വെറുതെ കുത്തിയിരുന്ന് സമയം പാഴാക്കുന്നവർ. ദൈവസന്നിധിയിൽ ഏറ്റവും വലിയൊരു തെറ്റാത്. സമയം വെറുതെ വെറുതെ ഇരിക്കുക. എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ഉണ്ട് ചുറ്റുപാട്, പക്ഷെ മടിയാ. അങ്ങനെ അപ്പോ ഈ സദൃശ്യവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അവള് 31:27 അവൾ വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്ന നമ്മുടെ ഇടയിലുണ്ട്. പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കത്തുമില്ല, ഒരു കാര്യവും ചെയ്യത്തില്ല, വീട്ടിലെ കാര്യവും വേണ്ടോന്ന് നോക്കത്തില്ല, ഒന്നിനും സമയം കണ്ടെത്താതെ മടി പിടിച്ച് വെറുതെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഏത് ശാരീരിക അവസ്ഥയിലോ ഏത് പ്രായത്തിലോ ആയിക്കോട്ടെ, വെറുതെ ഇരിക്കാൻ ഒരിക്കലും മനസ്സിനെ വിട്ടുകൊടുക്കരുത്. അപ്പോഴാണ് അനാവശ്യ ചിന്തകളും ഭാരങ്ങളും ഒക്കെ ടെൻഷനുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ കയറി വന്നിട്ട് നമ്മൾ ആ പാടെ ഒരു സ്ട്രെസ്ഡായി പ്രയാസത്തിലായി പോകുന്നത്. അതുപോലെ തന്നെ സമയം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യരുത്. ഇരിക്കുന്ന ഈ വിലപ്പെട്ട സമയം ഇത് പ്രയോജനകരമായി ചെലവഴിക്കാൻ എല്ലാവർക്കും, ഏത് മനുഷ്യനും ഒരുപോലെ ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം പണമാണെങ്കിലും ഒക്കെ പലർക്കും വ്യത്യസ്തമായ നിലവാരത്തില്ല. പക്ഷെ സമയം എല്ലാവർക്കും ഒരുപോലെ ദൈവം കൊടുത്തേക്കുന്നത്. അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് ആളുകൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ആ സമയത്തിനെ നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ അത് ദുർവിനിയോഗം ചെയ്തതുകൊണ്ടോ പാഴാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ കൂടെ ചെയ്തെടുക്കേണ്ട ാതെ പോയി എന്ന് വരാതിരിക്കാൻ വളരെ കരുതലോടെ ശ്രദ്ധയോടെ നമ്മുടെ സമയത്തെ നാം വിനിയോഗിക്കേണ്ടതാ. മൂന്നാമത്തെ കാര്യം ആരോഗ്യ സംരക്ഷണമാണ്. വളരെ കരുതലോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
3 യോഹന്നാൻ 1:2 ഇപ്രകാരമാണ് പറയുന്നത്, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയമായും ഭൗമികവുമായുള്ള എല്ലാ നിലയിലുമുള്ള നല്ല സുരക്ഷിതമായ സുഖകരമായ ഒരു അവസ്ഥ. അതായത് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനാക്കിയിരിക്കുന്നത് കഷ്ടപ്പെടാൻ മാത്രമല്ല, അധ്വാനിക്കാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിന് വിശ്രമം, സമയത്ത് ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ രോഗങ്ങളുള്ളവരും സമയത്ത് മരുന്ന് കഴിക്കുക, ഉറങ്ങേണ്ട സമയത്ത് ആവശ്യത്തിന് ഉറങ്ങുക, പിന്നെ ശരീരം വൃത്തിയായി നമ്മുടെ ജീവിതത്തിൽ വീട്ടിലും വീടിനും നമ്മുടെ ശരീരത്തിലും ഒക്കെ വേണ്ടുന്ന വൃത്തിയും ശുചിത്വവും ഒക്കെ പാലിക്കുക. ഇതൊക്കെ നമ്മളുടെ ശരിയായ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ പല സഹോദരിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പല നല്ല സാഹചര്യത്തിലുള്ള നല്ല സാമ്പത്തിക നിലവാരത്തിലൊക്കെ ഉള്ള അടുത്ത് പോലും ചിലപ്പോൾ സഹോദരിമാരുടെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങ് വൃത്തികേടായിട്ട് ഒരു ഡ്രസ്സൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങ് സങ്കടം തോന്നും. അവരങ്ങ് ഭയങ്കര വൃത്തിഹീനമായി നടക്കുക. അതുപോലെ തന്നെ ചിലര് രാവിലെ 11 മണിയായാലും ആഹാരം കഴിക്കത്തില്ല, ജോലി ചെയ്ത് അങ്ങ് പോവുക. പിന്നെ മരുന്നൊക്കെ കഴിക്കേണ്ടവരെ, ഷുഗർ ഉള്ളവരെ, ഇൻസുലിൻ എടുക്കേണ്ടവരെ, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഡോക്ടറെ കണ്ടു. ഇതൊന്നും സ്വന്തം വീട്ടിൽ ഭർത്താവിനോ മക്കൾക്കോ ഒരു അസുഖമോ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ മരുന്നും കൊണ്ട് പുറകെ നടക്കുന്നു. ഫുഡിന്റെ റെസ്ട്രിക്ഷന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അതിനെ വലിയ ഗൗരവമായി നമ്മൾ കാണാറില്ലെന്നുള്ളതാ അതിന്റെ ശരിയായ കാര്യം. അതുകൊണ്ട് എന്ത് വേണ്ടി ഒത്തിരി സഹോദരിമാരും അനാരോഗ്യത്തിലാണ്. ആരോഗ്യം വേണ്ടവണ്ണം സംരക്ഷിക്കുക, അതിന്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണെന്ന് ഞാൻ പറയും. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് ഇച്ചിരി സ്ട്രെസ് കൂടിയൊക്കെ ഞാൻ പലപ്പോഴും രോഗാവസ്ഥയിൽ, എന്നാൽ ഒത്തിരി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാര്യം ഞാൻ 1 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിലും ഞാൻ 6 മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേക്കത്തുള്ളൂ. കാരണം ഇപ്പൊ എനിക്ക് പിള്ളേരെ സ്കൂളിൽ വിടണ്ടാത്ത കൊണ്ട്, പിന്നെ കൊച്ചുണ്ടെങ്കിലും അവൾ 7 മണി 8 മണി ആകാതെ ഉണരത്തില്ല. അതുകൊണ്ട് എനിക്ക് 7 മണി വരെ സുഖമായിട്ട് ഉറങ്ങാം. ദൈവത്തിന്റെ കാരണം കൊണ്ട് അതിനെ ഒരു സഹകരിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദേവദാസനാണ് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു 6 മണിക്കൂർ ഉറക്കം അത് മതി, ഒത്തിരി ഉറങ്ങണ്ട. ഒരു 6 hours എങ്കിലും കുറഞ്ഞ പക്ഷം നമുക്ക് ഒരു ദിവസം ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ക്രമേണ നമ്മളുടെ ആരോഗ്യം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ഏതെങ്കിലും ഒരു ശാരീരിക രോഗാവസ്ഥ ഉണ്ടെങ്കിൽ കൃത്യമായി അതിന്റെ മരുന്നെടുക്കുകയും ആഹാരം നോക്കുകയും ഒക്കെ ചെയ്യണം. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് എൻ്റെ സഹോദരി ചില നാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സർജറിയെ തുടർന്ന്, എൻ്റെ മൂത്ത സിസ്റ്റർ. അപ്പൊ എനിക്ക് എൻ്റെ ഫുഡും നോക്കാൻ പറ്റിയില്ല, എനിക്ക് ഒട്ടും വിശ്രമിക്കാൻ ശരിയായ ഉറക്കം കിട്ടിയില്ല. എനിക്ക് വീട്ടിൽ ഒത്തിരി ഗസ്റ്റും ഒക്കെ വന്ന കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോയി. എൻ്റെ ഷുഗർ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പൊ എനിക്ക് ഒരു വിഷമം വന്ന് ഞാൻ തീരെ അവശതയിലായപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്കോ ഭർത്താവിനോ ഒരു അസുഖവും വിഷമവും വന്നാൽ അവരെ നോക്കാൻ നമ്മൾ വളരെ അരയും തലയും മുറുക്കി വളരെ ശക്തമായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ നിൽക്കുമ്പോൾ, നമ്മൾ ഒരു ദിവസം കിടപ്പിലായാൽ നമുക്ക് വേണ്ടി മറ്റാരുമില്ല, നമ്മൾ തനിയേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരു പക്ഷെ ആരും കണ്ടില്ലെന്നിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക്. അതുകൊണ്ട് നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, വീട്ടിലുള്ളവരുടെ ആരോഗ്യം നോക്കുന്നത് പോലെ. അതുകൊണ്ട് എപ്പോഴും ഓവർ സ്ട്രെയിൻ എടുക്കൽ, ഓവർ സ്ട്രെസ് എടുക്കാൻ പാടില്ല. അതുപോലെ ആഹാരം സമയത്ത് കഴിക്കണം. കാര്യം ശരിയാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിന്റെ പരിപോഷണത്തിന് ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് സഹോദരിമാരോട് പറയാനുണ്ട്, ഒത്തിരി സഹോദരിമാരും ഉപവാസം എന്ന പേരിൽ പട്ടിണി നടക്കുന്നവരാ. അതെന്താന്ന് ഞാൻ പറയട്ടെ. നമുക്ക് ഒരു 3 ദിവസം ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആ 3 ദിവസം ദൈവസന്നിധി ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ വസിക്കുക എന്നാ. അതായത് നമ്മൾ ആഹാരം വെടിഞ്ഞ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർ വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുന്നവരുണ്ട്, അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആഹാരമെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുവാൻ സമയം വേർതിരിക്കുമ്പോൾ നമുക്ക് അവിടെ അങ്ങ് ഇരിക്കാൻ സാധിക്കണം. പണ്ട് ഞങ്ങൾ സഭാ ശുശ്രൂഷയിലൊക്കെ ഇരിക്കുമ്പോൾ, ഇപ്പോഴത്തെ ചർച്ച ഞങ്ങൾക്ക് ഇവിടെ തീരെ അധികം ആളുകളില്ല, പിന്നെ പൊതുവായ ഉപവാസ പ്രാർത്ഥനയോ അങ്ങനെ ഒത്തിരി സഭാപരമായി ഒത്തിരി ബന്ധപ്പാടുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ വലിയ ചർച്ചിന്റെ ഒക്കെ ചാർജിൽ ഇരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ എനിക്കിതിന്റെ അറിയത്തില്ലാതെ ഞാൻ ഉപവസിച്ചിട്ട് ഞാൻ ഇരിക്കാനൊക്കത്തില്ല. റെഗുലർ മീറ്റിംഗ് നടക്കുമ്പോൾ പോലും നമുക്ക് പോയി പാസ്റ്ററുടെ വാരിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഗസ്റ്റിന് ഫുഡ് കൊടുക്കണം.
ആരും സഹായത്തിനില്ല. കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കുക, അതിന്റെ കൂട്ടത്തിൽ കാര്യങ്ങളെല്ലാം നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാ. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ എല്ലാവരും ഉപവസിക്കുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ ഞാൻ ഉപവസിക്കണ്ടേ, എനിക്കെന്തോ അനുഗ്രഹം കുറഞ്ഞു പോകുന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഉപവസിച്ചിട്ട് തല ഇറങ്ങിപ്പോയതും ക്ഷീണിച്ചു പോയതും വിഷമിച്ചു പോയതും സൗഖ്യമില്ലാതായതും ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ കാനം തങ്കമാം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, നിങ്ങൾ പലരും ചിലപ്പോൾ അറിയുമായിരിക്കും. ഒരു ദിവസം ഞങ്ങളുടെ സഭയിൽ അവിടെ ഞങ്ങൾ ഇരുന്ന് ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വന്നു. അപ്പോൾ ആ ദേവദാസി എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന അത്ര സമയം മാത്രം ഉപവസിച്ചാൽ മതി. അങ്ങനെ ആ സഹോദരി 12 മണിക്കൂർ ഉപവാസം, 18 മണിക്കൂർ ഉപവാസം, 24 മണിക്കൂർ ഉപവാസം, ഇങ്ങനെയൊക്കെ ചില മണിക്കൂറുകൾ ഉപവാസം എന്നോട് പറഞ്ഞു വന്നു. അതായത് ഒരു 12 മണിക്കൂർ ഉപവാസം എടുക്കുകയാണ്, 12 മണിക്കൂർ നീ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചോ, പക്ഷെ കാര്യം കഴിച്ചങ്ങ് ബലപ്പെട്ടോണം. തുടർച്ചയായിട്ട് അന്നേരം ദൈവസന്നിധിയിൽ ഇരിക്കാനും ആഹാരം കഴിച്ച് നമുക്ക് ഈ ജോലിയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഉപവാസം ഇരിക്കുന്നതിനെ പട്ടിണി എന്നാ പറയുന്നത്. അങ്ങനെ പട്ടിണി നടന്നിട്ട് നമ്മൾ രോഗിയായോ അല്ലെ ശരീരത്തിൽ ക്ഷീണിതരായോ തീർന്നാൽ അതിന് ദൈവസന്നിധിയിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരിമാർക്ക് മാത്രമുള്ള ഒരു കുഴപ്പമാണ്. സഹോദരന്മാർ ഉപവാസം എടുക്കണമെന്ന് വിചാരിച്ചാൽ അവർക്കൊന്നും അറിയണ്ട, അവർക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ മാത്രം ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ അവസ്ഥ അതല്ല. ഓരോരുത്തർക്കും അറിയാമല്ലോ, നമ്മൾക്ക് വളരെ പല ശുശ്രൂഷകളുണ്ട്. ആകയാൽ നമ്മൾ എപ്പോഴും ഓർത്തോണം, കിടപ്പിൽ വിധം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നാം വല്ലപ്പോഴും വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായാലും ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ സമയം ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ മേരിക്കോവൂർ ആന്റി ക്ഷീണിതയായി കിടപ്പിലായിരുന്ന സമയങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആന്റിയെ കാണാൻ ചെല്ലുന്നതെന്ന് വെച്ചാൽ ഉത്തമശ്രീക്ക് വേണ്ടി ലേഖനം എഴുതി മേടിക്കാനും പിന്നെ ആന്റിയുടെ അടുത്തിരുന്ന് ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ വേങ്ങൽ സഭയിലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം എളുപ്പമായിരുന്നു അങ്ങോട്ട് പോകാൻ. അപ്പൊ ഒരു വലിയ ഒരു സംഭവം, ഞാൻ ആ ജീവചരിത്ര പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് ആ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആന്റിയെ ഒന്ന് കാണാൻ പോകണമെന്ന് എൻ്റെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആന്റിയും മനസ്സിൽ വിചാരിക്കും, സാലിയെ ഒന്ന് കണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന്. അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ ഒരു തോന്നൽ. ഞാൻ പറഞ്ഞു, ആന്റിയെ ഒന്ന് കാണുമെന്ന് 2 ദിവസമായി ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട്, തിരക്കായിരുന്നു. ഞാൻ ഇപ്പോഴാണ്. അപ്പൊ പറഞ്ഞു, 2 ദിവസം മുമ്പേ നീ ഒന്ന് വന്നിരുന്നേ കൊള്ളായിരുന്നു. ഞാനും ഓർക്കുന്നു. ആന്റി പറയുന്ന അനുഭവം എനിക്കുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയോളമായി എനിക്ക് എൻ്റെ മനസ്സിൽ ആന്റിയെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് പോകാൻ നേരം കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ അന്നൊക്കെ പബ്ലിക്കേഷന് ഭയങ്കര തിരക്കാ. എന്നും എനിക്ക് ഓഫീസിൽ പോകണം, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭയങ്കര ബിസിയാണ്. ആ കൂട്ടത്തിൽ വലിയ ചർച്ചയാണത്. അപ്പൊ പല കാര്യങ്ങളിലും ബിസി ആയിട്ട് പോയതുകൊണ്ട് പോകാനത്തില്ല. ചെന്നപ്പോ ആന്റി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമുക്ക് ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷയെ നമ്മളിൽ കൂടെ തികച്ചെടുക്കേണ്ട ശുശ്രൂഷ അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ആയുസ്സും തന്നിട്ടുണ്ട്. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസിന്റെ കാലപരിധിക്കുള്ളിൽ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചാൽ മതി. അല്ലാതെ നമ്മൾ നേരത്തെ ഓടി തീർത്താലുണ്ടല്ലോ എനിക്ക് പറ്റിയ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. എന്താണെന്നറിയാവോ, അന്ന് തന്റെ ഒരു കൈ, ഇടത്തെ കൈ തളർന്നിരിക്കുക. സ്ട്രോക്ക് വന്ന കൈ തളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന കൈ നേരെ വെക്കാൻ മേലാതെ. അപ്പൊ ഈ കൈയെ മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വേണം ഒന്ന് പൊക്കി കാണിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞു, അല്ലെങ്കിലുണ്ടല്ലോ ദേ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഞാന് രാവിലെ എറണാകുളത്തിന് പോകും, ഉച്ചയ്ക്ക് കോട്ടയത്തിന് തിരിച്ചു വരും, രാത്രി തിരുവനന്തപുരത്ത് പോകും. അങ്ങനെ പ്രസംഗിച്ച് നടന്നു. അതായത് ദൈവം തന്ന ആയുസൊട്ട് തീർന്നതുമില്ല, എന്റെ വേലയെല്ലാം അങ്ങ് തീർന്നും പോയി. ഞാൻ ഓവർ സ്ട്രെയിൻ ചെയ്തു, കഠിനാധ്വാനം ചെയ്തു. അന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കിട്ടുന്നത് സമയം എത്രയും കൂടുതൽ ചെയ്യണം, പരമാവധി ആയുസ്. ഞാനിങ്ങനെ 100 വയസ്സ് വരെ ഇത്ര ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന എന്റെ വിചാരം. പക്ഷെ 60 തികയുന്നതിന് മുമ്പേ സ്ട്രോക്ക് വന്ന് ഞാൻ വീണുപോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ എനിക്ക് ദൈവം നിശ്ചയിച്ച വിശ്രമ സമയം ഞാൻ എടുത്തില്ല. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണമായിരുന്നു. അത് വിശ്രമിക്കാതെ ഓടിയത് കൊണ്ട് ഇന്ന് ഈ ഒരു അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണമെന്ന് ആ ദേവദാസി എന്നോട് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും ഒരു ക്ഷീണം വരുമ്പം ഇത് ഓർക്കാറുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ പരമാവധി, എങ്കിലും ചിലപ്പോഴൊക്കെ ഒക്കത്തില്ല കേട്ടോ, എന്നാലും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ദൈവം നടത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത 4മതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിയന്ത്രണമാണ്. സഹോദരിമാർ പൊതുവെ ജോലി ചെയ്യുന്നവർക്കൊക്കെ മാത്രമേ കൈ പൈസയുള്ളൂ. അതുപോലും സാമ്പത്തികം സ്വാതന്ത്ര്യമുള്ള ആളുകൾ വളരെ കുറവാണ്. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ.
എന്നാൽ പല സഹോദരിമാരുടെയും ജീവിതത്തിലുള്ള ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു പോരായ്മ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നു ചോദിച്ചാൽ, ഭയങ്കര ആർഭാടത്തിൽ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിച്ച് അല്ലെങ്കിൽ നല്ല വലിയ വലിയ ഒത്തിരി സാമ്പത്തിക നിലവാരത്തിൽ അല്ലെ വലിയ നല്ല ഗെറ്റപ്പിലാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി തങ്ങൾക്കുള്ള അവസ്ഥയെക്കാൾ കുറച്ചുകൂടെ ഇച്ചിരി കടം മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടെ എന്താ പല കാര്യങ്ങൾ വീട്ടുപകരണങ്ങളോ വീട് പണിയിലോ ഉള്ള കാര്യങ്ങളോ അതിനകത്തൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് ഭർത്താക്കന്മാരെ കൊണ്ട് പണം ചെലവാക്കിപ്പിക്കുക, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പരിഗണിക്കാതെ പ്രവർത്തിക്കുന്ന ഒത്തിരി സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിമിത്തമായി കുടുംബമായിട്ട് കടക്കണിയിലായി പോവുക, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെടുന്നു. അതായത് സഹോദരിമാരുടെ അശ്രദ്ധ നിമിത്തം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവരുടെ സമൂഹത്തിൽ എന്തോ ഒക്കെ ആണെന്നാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമ നിമിത്തം പ്രതിസന്ധിയിലായി പോകുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണാം. എന്നാൽ സദൃശവാക്യത്തിൽ 31:16 ആ സ്ത്രീയെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു, കൈനേട്ടം കൊണ്ട് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അതായത് അവൾക്കൊരു കാര്യം, ഒരു നന്മ ഉണ്ടാകണം, അത് കുടുംബത്തിന് വേണ്ടി നന്മകൾ സ്വരുക്കൂടണം എന്നുള്ള വലിയ താല്പര്യം അവളുടെ ഹൃദയത്തിലുള്ളത്. അത് അല്ലാതെ എല്ലാം ചെലവാക്കി കളഞ്ഞ് വലിയ പുള്ളിയാണെന്ന് കാണിക്കുക എന്നുള്ളതല്ല. അവൾക്ക് എങ്ങനെയും തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാവുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക നന്മ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അമിതമായിട്ട് ധൂർത്തടിക്കാൻ ഇടയാകാതെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ ഇടയാകണം, പ്രയോജനകരമായിട്ട് നമുക്ക് ഉപയോഗിക്കണം. പലരും ഒത്തിരി അനാവശ്യ ചെലവുകൾ, ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു മിതത്വം പാലിക്കാതെ ആവശ്യമില്ലാതെ വസ്ത്രം വാങ്ങിക്കൂട്ടുക, വളരെ വിലയേറിയ വസ്ത്രം വാങ്ങിക്കുക, അതുപോലെ തന്നെ അത് വേണ്ടവണ്ണം ഉപയോഗിക്കാതെ ഒന്നോ രണ്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് കളയുക. ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഒരു ശ്രദ്ധയില്ലാത്ത ജീവിതം അനേക സഹോദരിമാരും നിർവഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യം വരുമ്പോൾ ഒത്തിരി പേര്, നിങ്ങൾക്കറിയാമോ, ഇന്ന് സാമ്പത്തിക കട ബാധ്യതയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ഇപ്പൊ ഒരിടയ്ക്ക് ഇപ്പൊ അതൊത്തിരി കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടയിലുള്ള ഒരു ട്രെൻഡ് ആയിരുന്നു +2 കഴിഞ്ഞ ഉടനെ വിദേശത്ത് പോയി പഠിക്കുക. ഇപ്പം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 10 സെന്റ് ഭൂമിയിൽ ഒരു വീടുള്ളിടത്ത് ആ വീടും സ്ഥലവും പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ഇത് വിട്ടു പഠിപ്പിച്ചാൽ എന്തോ വലിയ സാമ്പത്തിക ലാഭവും നന്മയും അത് മുഖാന്തരം ഭാവി വലിയ കാര്യമാകും. അല്ലെങ്കിൽ മറ്റുള്ള ഇന്നടത്ത് ഏതാണ്ട് അപ്പുറത്തെ ജോമോൻ പോയില്ലേ, നമ്മുടെ മോനെയും കൂടെ വിടാം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊരു കമ്പാരിറ്റീവ് നടത്തുക. അവരെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ വിദേശത്ത് പോയപ്പോ നമ്മൾ പോയില്ലെങ്കിൽ, പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരു കാരണവശാലും അതുപോലെ തക്കതായ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ അതുപോലെ ജോലി സാധ്യതയുള്ള വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വിദേശത്ത് ഇങ്ങനെ പഠിക്കാൻ ലോണും കടവും എടുത്തു വിടരുത്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് ചെലവഴിച്ചു വിടുന്നത് വലിയ കുഴപ്പമല്ല. പക്ഷെ ഇങ്ങനെ ലോൺ എടുത്ത് എന്നിട്ടിപ്പോ പല കുഞ്ഞുങ്ങളും, എനിക്കിപ്പോ ഞങ്ങളൊരു കൊച്ചിന് വേണ്ടി കുറെ നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവനെ വിട്ടിട്ട് അവൻ അവിടെ ചെന്നപ്പോൾ 30 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്തു. ബാങ്കിന്റെ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അവര് ആവശ്യപ്പെട്ടപ്പോഴും ഇവന്റെ കോഴ്സ് പൂർത്തിയായിട്ടില്ല. ഇനി എങ്ങനെ അടയ്ക്കും? വീടും സ്ഥലവും ജപ്തിയിലേക്ക് ഭീഷണിയിലായിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ബുദ്ധിപൂർവ്വം അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ചെന്ന് വീഴുന്നത്. നമുക്ക് പലപ്പോഴും വേണമെങ്കിൽ വിദേശത്തോട്ടൊക്കെ ഒന്ന് വിടാനായിട്ട് സാഹചര്യമുള്ള എത്രയോ പേരുണ്ട്. അവര് പറയും നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, അല്ലാതെ തന്നെ പഠിച്ചാലും കുഞ്ഞുങ്ങൾക്ക് നല്ല നിലവാരത്തിൽ എത്താൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ള നല്ല ഭാവി നിശ്ചയമായിട്ടും അവർ നമ്മളുടെ പ്രാർത്ഥനയിലൂടെയും അവരുടെ കഠിനാധ്വാനത്തിലൂടെയും അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നതിലൂടെ ഒക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പം ഇങ്ങനെ കടം മേടിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ട് കുടുംബത്തെ നമുക്ക് വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് തള്ളി വിട്ടിട്ട് പോകണമെന്നോ അതിന് ആവശ്യമില്ല. എന്നാൽ പലപ്പോഴും അമ്മമാരായി വീട്ടിൽ നിർബന്ധം ഉണ്ടാക്കുന്നത്, അയ്യോ വിട്ടേ ഒക്കത്തുള്ളൂ, പഠിപ്പിച്ചേ ഒക്കത്തുള്ളൂ. അങ്ങനെ കടക്കണിയിലായി പോകുന്ന അനേക കുടുംബങ്ങളുണ്ട്. ആകയാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കണം, വളരെ ശ്രദ്ധയോടെ നമ്മുടെ പണം
ഇല്ലാത്ത കടം ഒരിക്കലും കഴിവതും കടം വരുത്തി വെക്കാൻ ശ്രമിക്കരുതെന്നാണ് എൻ്റെ ഏറ്റവും വിനീതമായിട്ടുള്ള ഒരു നിർദ്ദേശം. അതായത് നമ്മൾ ഒരു കടം വന്നു കഴിഞ്ഞാൽ അത് വീട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് സമ്പാദ്യം ഉള്ളത് ചെലവഴിച്ചു പോയിട്ട് നമുക്ക് അത് കുഞ്ഞുങ്ങൾക്കൊരു കാരണവശാലും അതൊരു കുറ്റമല്ല. പക്ഷെ കടം വാങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സഹോദരിമാർ വീട്ടിൽ നിർബന്ധം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ വളരെ കരുതലോടെ ആ കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മക്കളെ സഹായിക്കുക എന്നുള്ളതാണ്. പറയും, അയ്യോ എനിക്കൊരു വരുമാനവും ഇല്ല, എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? ഈ 20 പറയാണ്, അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. നോക്കുക, എളിയവർക്ക് തുറക്കുന്ന ഒരു കൈ, അത് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലെ കുറച്ച് ഒന്നെങ്കിലും 1-2 ക്യാൻസൽ ചെയ്തിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്പാൽപ പണം സേവ് ചെയ്യാൻ പറ്റും. ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കലൊക്കെ കുറേശ്ശെ പണം സേവ് ചെയ്താൽ നമുക്ക് 2-3 മാസം കൂടുമ്പോൾ എത്ര ഇല്ലാത്തവർക്കാണേലും നമുക്ക് ഏതെങ്കിലും നിലയിൽ ആളുകളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഈ സാധുക്കളെ സഹായിക്കാൻ പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ദൈവവചന പ്രകാരം ദരിദ്രന് സഹായം ചെയ്യുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നെന്നാ പറയുന്നത്. അത് സദൃശവാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. അത് നമുക്കൊരു സമൃദ്ധി ഉണ്ടായിട്ടോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ഒരിക്കലും അത് സാധിച്ചില്ലെന്ന് വരും. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ, നമ്മൾക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടായാൽ നിശ്ചയമായിട്ടും നമ്മൾക്ക് അനേകരെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. കർത്താവ് പറയുക മത്തായി 25:40 ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി കഷ്ടം സഹിച്ചിട്ടാണേലും ഇച്ചിരി പിടിച്ചാൽ എങ്ങനെയെങ്കിലും നമ്മളുടെ ചെലവുകൾ ഒന്ന് ചുരുക്കിയിട്ടാണെങ്കിലും കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു മനോഭാവം നമ്മളുടെ ഹൃദയത്തിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പാവങ്ങളെ സഹായിക്കാൻ പറ്റും, അവർക്കൊരു ആശ്വാസമായി തീരുവാൻ സാധിക്കും. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നമുക്ക് പല നിലകളിൽ ദൈവപ്രസാദമായ ജീവിതം നയിക്കാൻ, വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതുപോലെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയാൻ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല എന്ന് പറഞ്ഞത്. സഹോദരിമാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സുവിശേഷീകരണ ദൗത്യത്തെ പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വിചാരിക്കും പാസ്റ്റർമാർക്കും അവരുടെ ഭാര്യമാർക്കുമാണ് സുവിശേഷ വേലയ്ക്കുള്ള ഉത്തരവാദിത്വം. അങ്ങനെയല്ല. ഓരോ വിശ്വാസിക്കും, ഓരോ ദൈവ പൈതലിനും സുവിശേഷം എന്ന് പറയുന്നതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷ വേല ചെയ്യാനുള്ള ദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളായിരിക്കുന്ന ദേശത്തിന്റെ ചുമതല നമുക്കാ. ദേശത്തിന്റെ കാവൽക്കാർ എന്ന് നമ്മളെ വിളിക്കുന്നത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേശത്തിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ എപ്പോഴും അത് അവഗണിച്ച് കളയുന്നു. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ പാചകം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുണ്ട്, വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളുണ്ട്, വീടിനോടനുബന്ധിച്ചുള്ള ഒത്തിരി ജോലികളുണ്ട്, പിന്നെ പുറത്തു പോകാനുണ്ട്, പല പല ഉത്തരവാദിത്തങ്ങൾ, പല കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതിനിടയിൽ സുവിശേഷം പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. എന്നാൽ നമുക്കറിയാം, ഈ സഹോദരിമാർക്ക് വീണ് കിട്ടിയ ഭാഗ്യകരമായ ഒരവസ്ഥ, കർത്താവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യം ലോകത്തെ അറിയിക്കാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് ഒരു സഹോദരിയായിരുന്നു. മത്തായി 28:7 നമുക്കൊന്ന് നോക്കാം. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുകയും, ദൂതൻ കർത്താവിന്റെ ഉയർപ്പിന്റെ സാക്ഷ്യം വഹിച്ച സഹോദരി മറിയയോടും മറ്റുമായിട്ട് ആ സഹോദരിയോട് പറയുകയാണ്, നീ വേഗം ചെന്ന് പറയുക, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കിയേ, ഈ ലോകത്തിന് അറിയാവുന്ന ആവശ്യമുള്ള ഏറ്റവും സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാൻ ആദ്യം നിയോഗിക്കപ്പെട്ടത് ഒരു സഹോദരിയാണ്, മറിയ. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ദൗത്യം നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ ഒക്കുമോ? നമുക്ക് എത്രമാത്രം ആളുകളോട് സംസാരിക്കാൻ ആവശ്യതയുണ്ട്. അതുപോലെ തന്നെ ശമര്യക്കാരി ും ഇങ്ങനെയാണ്. യോഹന്നാൻ 4:28-29 വാക്യങ്ങൾ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമി. അവൾക്ക് ലഭിച്ചതായ ആ സത്യം, വചന സത്യം, അത് അവൾ കിട്ടിയ ആ നിമിഷം തന്നെ, അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല,
കർത്താവ് ചെന്ന കർത്താവ് അവളോട് പറഞ്ഞില്ല നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വരാൻ. പക്ഷെ അവൾ ഓടിപ്പോയി. അവൾക്ക് അത്രമാത്രം അവൾക്ക് ലഭിച്ച ആ വിടുതൽ, അവൾക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിൽ അവൾ അത്രമാത്രം സന്തോഷമുള്ളവളായിരുന്നു. ഈ എന്നോട് എന്നതുപോലെ ഓരോരുത്തരോടും അവരോടുള്ള ആലോചന അറിയിക്കാനുള്ള ഇവിടെ വന്നിരിക്കുന്ന ഈ അവസരം അത് നഷ്ടപ്പെടുത്തി തീരുമാനിച്ചിട്ട് അവൾ ഓടിച്ചെന്ന് ജനങ്ങളോട് ഓടി വന്ന് കാണും, ഈ മനുഷ്യനെ നിങ്ങളൊന്ന് വന്ന് കാണും. നോക്കുക, പലപ്പോഴും നമുക്ക് അങ്ങനെ ഒന്ന് പോയി പ്രസംഗിക്കാനോ അല്ലെ ഇതുപോലെ ഒത്തിരി പേരോട് ചെന്നൊന്ന് പറയാനോ ഒന്നും ഒരു അവസരം കിട്ടിയില്ലെങ്കിലും ഇന്ന് നമ്മളായിരിക്കുന്ന ഫോണില്ലാത്ത ആൾക്കാരും ഇല്ല അല്ലേ? ഇവരുടെ കയ്യിൽ ഫോണുണ്ട്. നമ്മൾ ഫോണിന്റെ ഉപയോഗം എന്തിനാ? നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാ? ഒന്നീ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ ആസ്വദിച്ചിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ഫോണിൽ സംസാരിക്കുവാണെങ്കിൽ ഒത്തിരി പരദൂഷണവും ഏഷണിയും പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പല വിധത്തിലൊക്കെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ അങ്ങനെ വേണ്ടവണ്ണം അതിനെ ഉപയോഗിക്കാതിരിക്കും. ഒരു കഷ്ടത്തിലും വേദനയിലും ഇരിക്കുന്ന വ്യക്തിയെ ഒന്ന് വിളിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അല്ലെ അവർക്ക് നല്ല ഒരു വചനം കണ്ടെത്തി അവർക്ക് അവർ കൊടുക്കാൻ ഒക്കെ വേലയാന്നേ. അതൊക്കെ കർത്താവ് പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയാ. നമുക്ക് നമ്മളൊന്ന് മനസ്സ് വെച്ച് സാധിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ രോഗികളായിട്ടുള്ളവരെയൊക്കെ ഒന്ന് പോയി ചെന്ന് അവരുടെ അടുത്ത് ഈ എത്ര വചനം കേൾക്കത്തില്ലാത്തവരും എത്ര എതിർത്തു നിന്നവരും കിടക്കയിലായി കഴിയുമ്പോൾ, കഠിനമായ വേദനയിലായി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുകയും ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ആരും വിശ്വാസത്തിലില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 12 മക്കളാ. മോൻചാൻ എന്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും, എന്റെ പിതാവ് പാസ്റ്ററായിരുന്നു, ഞങ്ങൾ മക്കളെല്ലാവരും 4 പേര്, 5 മക്കളിൽ 4 പേരും സുവിശേഷ വേലക്കാരാ. കുടുംബമായിട്ട് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുകയാണ്. എന്നാൽ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ ആരുമില്ല. എന്റെ നാത്തുമാർ 2 പേര് കന്യാസ്ത്രീകളുമാ. എന്നാൽ ഒരു സഹോദരൻ ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജിലേക്ക് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തെ മക്കളൊന്നും സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാനാ ചെന്ന് ആശുപത്രി കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും എല്ലാ കാര്യത്തിനും പുറകെ പോകുന്നതും എല്ലാം ഞാനാ. വീണ് കിട്ടിയ അവസ്ഥ. നമ്മൾ എത്ര വചനം പറയാൻ ശ്രമിച്ചാലും അവരന്നേരം തട്ടിക്കളയുമായിരുന്നു. പക്ഷെ ഇപ്പം പറയും, നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഭയങ്കര കഠിനമായ വേദന വരുമ്പോൾ പറയും, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ, നീ ഇവിടെ വരെ ഒന്ന് വാ. ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിലായി പലവട്ടം പോവുകയും ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോ നമുക്ക് ഒരു രോഗാവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിയുമ്പോൾ എത്ര ായിട്ടിരിക്കുന്നവരാണെങ്കിലും എത്ര സുവിശേഷത്തിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിലും അവരോട് വചനം പറഞ്ഞാൽ അവർ കേൾക്കും, പ്രാർത്ഥിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആകയാൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുവാനും അതുപോലെ സമയമുള്ളപ്പോഴൊക്കെ ഒന്ന് ഫോണിലൂടെയൊക്കെ ഒന്ന് വിളിച്ചൊരാശ്വാസവാക്ക് പറയാനും അങ്ങനെ ആളുകളെ ഒന്ന് ധൈര്യപ്പെടുത്താനും ഒക്കെയുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ദൈവസന്നിധിയിൽ തീരുമാനിക്കണം. വിവിധ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു നല്ല ഭാര്യയാകാൻ നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗം ഇതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, സഹോദരിമാർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം ദയയുള്ളവരും കീഴ്പ്പെടുന്നവരുമായിരിക്കണം. നോക്കുക, ഇന്നത്തെ ഒരു കാലഘട്ടം, ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ അനേക കുടുംബങ്ങളിലും പ്രശ്നമാണ്. സഹോദരിമാർ, അതിന്റെ പ്രധാന കാരണം സഹോദരിമാർ നല്ല വിദ്യാഭ്യാസമുള്ളവരായി. ഇന്ന് നമ്മുടെ നേഴ്സുമാരുടെ ദിവസമാണല്ലോ. ഒത്തിരി നേഴ്സുമാർ നമ്മുടെ ഇടയിൽ അങ്ങനെ ആ നേഴ്സിംഗ് പ്രൊഫഷൻ ഇത്രയും പുരോഗമിച്ചത് കൊണ്ട് നമ്മുടെ സഹോദരിമാരൊക്കെ നല്ല കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളവരായി മാറി. എന്നാൽ ആ പൈസ ഉണ്ടാക്കുന്നതിന്റെ അഹങ്കാരം കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാതെയും അങ്ങനെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരു കൂട്ടർ ഒരു വശത്തുള്ളപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ജിജി സിസ്റ്ററിനെ പോലുള്ളവരും അനേക നമ്മുടെ ഗ്രൂപ്പിലുള്ള അനേക സഹോദരിമാർ, ദൈവഭക്തിയുള്ള സഹോദരിമാർ, അത് അനേകർക്ക് പ്രയോജനകരമായി ദൈവം അവർക്ക് കൊടുത്ത ആ നന്മയെ ഉപയോഗിക്കുന്നവരുണ്ട്. അവര് അനേകരും ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ശരിയാണ്, ചിലപ്പോൾ ഭർത്താവിന് ജോലി കാണത്തില്ല, അല്ലെ ഭർത്താവ് ഒരു സഭ സ്ഥാപിച്ച് പാസ്റ്റർ ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് വീക്കെൻഡ് മാത്രമേ തിരക്കുള്ളൂ.
ഒന്നല്ലെങ്കിൽ 2 ആയിരിക്കും. അവർക്ക് തിരക്ക് കാണും, വിഷമം കാണും. എന്നാൽ അതൊരു മുതലെടുപ്പായിട്ട് കണ്ടിട്ട് ഭർത്താവിന് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുകയും ഭർത്താവിനെ ഒരു വിലയും കൽപ്പിക്കാതെ ആ ഭർത്താവിനെ കൊണ്ട് കണക്കിലെടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറുവശത്ത് വളരെ അനുഗ്രഹകരമായിട്ട് അവരോട് സഹകരിച്ച് കീഴ്പ്പെട്ടു പോകുന്നതുമുണ്ട്. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ പറയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഭർത്താവിന് കീഴടങ്ങി. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് ആ വാക്യം കാണാൻ കഴിയും. എഫേസ്യ 2:9 മുതൽ 11 വരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി അവരെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ വചന വ്യവസ്ഥയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമാകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഭർത്തൃപ്രിയ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വളരെ ഇഷ്ടപ്പെടുന്നവളായിരിക്കണം, ഭർത്താവിനോട് വളരെ വിശ്വസ്തയോടെ അനുവർത്തിക്കുന്നവളായിരിക്കണം. ഇന്ന് ഒത്തിരി അവിശ്വസ്തതകൾ, അനേക പരപുരുഷ ബന്ധങ്ങൾ ഒക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശദീകരണത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണിത്. ഇതിനെ നമ്മൾ തരണം ചെയ്യണം. ഇതിങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്. നിങ്ങൾ അതിൽ ഉൾപ്പെടാത്തവർക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അതിൽ ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്കൊരു തോന്നുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചു വരണം. അത് ഭർത്തൃപ്രിയമാരായിരിക്കണം, പുത്രപ്രിയമാരായിരിക്കണം. മക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണല്ലോ. മക്കളെ വളർത്തുന്നതും കുടുംബത്തെ പണിയുന്നതും മക്കൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യം, അതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല. എന്നാൽ നമ്മൾ സുബോധമുള്ളവർ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള നല്ല നന്നായിട്ട് കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് ശരിക്കും സുബോധമുള്ളവർ. അല്ലാത്തവർക്ക് പൗലോസ് പറയുന്നത് ഇവര് സുബോധമില്ലാത്തവരാ. വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിലെ പൊന്മൂക്കുത്തി പോലെയാണെന്നാണ് നമുക്ക് സദൃശവാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം. കേരളത്തിലെ മാത്രം സംസ്കാരമല്ല, സഹോദരിമാർക്ക് പൊതുവെ ദൈവവചന വ്യവസ്ഥയിൽ പറഞ്ഞേക്കുന്നത് വീട്ടുകാര്യം നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം സഹോദരിമാർക്കും ഉണ്ട്. സുശേഷ വേലക്കാരായ സഹോദരിമാർ വീട്ടുകാര്യം നോക്കാതെ സുശേഷ വേല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിപ്പോയിട്ട് ഉൾപ്പെട്ടു പോയിട്ട് വീട്ടിൽ പ്രശ്നമായി അവസാനം ഇപ്പം വീടിനകത്ത് ഒതുങ്ങി പോകുന്നതായിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഒത്തിരി ആളുകളുടെ മാനസിക പ്രശ്നങ്ങളും അവരെ കടന്നു പോകുന്ന പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ പലതിലേക്കും പോകുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് ഒരുപെടുന്നില്ല. എങ്കിൽ തന്നെയും ഓർത്തുകൊള്ളണം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മളോട് ബന്ധപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇവരെയൊക്കെ സ്നേഹിച്ചും കരുതിയും പരിപാലിച്ചും പോകുന്നതോടൊപ്പം ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ദൈവസ്നേഹത്തിൽ മുന്നേറാകുമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കുടുംബജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഉള്ള വലിയ പ്രശ്നങ്ങൾ സഹോദരിമാരൊന്ന് വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് മനസ്സില്ല, വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. നമ്മൾ വളരെ നിർബന്ധപൂർവം പലപ്പോഴും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ പലവിധ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭർത്താവിന് കീഴ്പ്പെടുവാൻ പലരും തയ്യാറാകുന്നില്ല. എന്നാൽ വചനം പറയുന്നു, നീ നിന്റെ ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിന് അനുസരിച്ച് നിൽക്കണം. സ്ത്രീയുടെ പുരുഷനാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ എവിടെയൊക്കെ പുരുഷനെ അംഗീകരിക്കാതെ അവൾ എന്തോ സാമർഥ്യം കൂടുതലുള്ള, കഴിവ് കൂടുതലുള്ള, അറിവ് കൂടുതലുള്ള വ്യക്തിയാണെന്നൊക്കെ വിചാരിച്ച് പുരുഷന് മേലിലാകുവാൻ ആഗ്രഹിക്കുന്നു, അവൾ അവിടെ വെച്ച് തലയില്ലാത്ത ശരീരമായി മാറുകയാണ്. അതായത് പുരുഷനെ അംഗീകരിക്കുമ്പോൾ മാത്രമേ അവൾക്ക് തല എന്നുള്ള ആ ഒരു പൊസിഷൻ ഉള്ളൂ. തലയില്ലാത്ത ശരീരം എന്നത്തിന് കൊള്ളാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് തല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എത്ര ഗുരുതരമായ ഒരു വീഴ്ചയാണ് നമുക്ക് അങ്ങനെയുള്ള നിലയിൽ സംഭവിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നാം വളരെ താഴ്മയോടും വിനയത്തോടും സ്നേഹത്തോടും വിട്ടുവീഴ്ചയോടും ക്ഷമയോടും കൂടെ ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുക. അതുപോലെ തന്നെ ഒരു നല്ല അമ്മയായിട്ട് പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അമ്മയെപ്പോലെ അറിയുന്ന മറ്റൊരാളില്ല. ഇന്ന് അമ്മയും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും മക്കള് മാതാപിതാക്കളെക്കാളധികം അവരുടെ കൂട്ടുകാർക്കും ഒക്കെയാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഓടി അമ്മയുടെ അടുക്കൽ വരും.
ഇന്നിപ്പൊ നമ്മൾ അറിഞ്ഞ ഒരു വലിയ സങ്കടകരമായ ഒരു വാർത്തയാ, നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു. പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക്, ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ രണ്ടാമത്തെ മോടെ നാത്തും കൊച്ചു, അവൾക്ക് നല്ല മാർക്കായി, 700-നടുത്ത് മാർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സങ്കടമായി പോയി. ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എത്രയോ 2-3 വർഷമായിട്ടൊക്കെ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച ഡിപ്രഷനിലായി പോയിട്ടുണ്ടെന്നറിയാവോ. നല്ല മാർക്ക് അവർ സ്കോർ ചെയ്തല്ലോ എന്നോർത്ത് ഒരു വലിയ നല്ല ഒരു സ്വപ്നം കണ്ട് റിലാക്സ് ചെയ്ത് ഉറങ്ങി ഒക്കെ സന്തോഷിച്ച് ഒക്കെ ഇരിക്കുന്ന ഈ സമയത്താണ് പെട്ടെന്ന് പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. വലിയ ടെൻഷൻ. ഇതുപോലെ വല്ലാത്ത ടെൻഷനുകളിലൂടെയൊക്കെ മക്കൾ കടന്നു പോകുമ്പോൾ അമ്മയും കൂടി ആ കൂട്ടത്തിൽ ആ ടെൻഷനെ ഇരട്ടിപ്പിക്കാനായിട്ട് പ്രയാസപ്പെടുകയും ഓടി നടക്കുകയും വെപ്രാളപ്പെടുകയും അല്ല. ഈ സദൃശവാക്യങ്ങൾ പറയുന്നത് പോലെ ഭാവികാലം ഓർത്ത പുഞ്ചിരിയിടത്തക്കവണ്ണം നമ്മൾ കുറച്ചുകൂടെ സംയമനം പാലിച്ച്, സമയത്തത പാലിച്ച് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരെ പ്രാർത്ഥനയോടെ ചേർത്ത് നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരുവാൻ ഇടയായി തീരും. അങ്ങനെയുള്ള സഹോദരിയെ പറ്റിയാണ് ഈ സദൃശവാക്യങ്ങൾ 31-28 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. നോക്കുക, ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രസന്റ് ടൈമില് ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അമ്മ കടപ്പാടാണ്, അമ്മ ചെയ്തേ ഒക്കത്തോളം എന്നൊക്കെ പറയുന്ന മക്കളാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ നിവർത്തിക്കേണ്ട കാര്യങ്ങൾ നിറപടിയായി കൃത്യമായി നിവർത്തിച്ചു കഴിയുമ്പോൾ, ആ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് നീ കടന്നു വരുമ്പോൾ നിന്റെ മക്കൾ തന്നെ നിന്റെ മുമ്പിൽ വന്ന് നീ ഭാഗ്യവതിയാണെന്ന് പുകഴ്ത്തുന്ന സമയം മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഭർത്താവ് പ്രശംസിക്കും. എങ്ങനെയാ പ്രശംസിക്കുന്നത്? അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, എന്നാൽ നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഇന്ന് നമ്മുടെ ഭർത്താക്കന്മാരൊന്നും ഇതുപോലൊന്നും നമ്മളെ പ്രശംസിച്ചില്ലെന്ന് വരാം. നീ എന്തെല്ലാം നമ്മൾ ചെയ്താലും നീ എന്നാ ചെയ്തു, നിനക്കെന്നാ, പിന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ഒതുക്കി വെക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഭൂരിപക്ഷം കുടുംബങ്ങളിലും ഉള്ളത്. വളരെ ചുരുക്കം. നമ്മൾ പ്രത്യേകിച്ച് മലയാളിക്ക് ഒരിടത്തും ഒരു നന്ദി പറയാനോ ഒന്ന് ഒരു നല്ല വാക്ക് പറയാനോ ഒന്ന് പ്രശംസിക്കാനോ ഒന്ന് ഒരു കഴിവില്ല, ഒരു മനസ്സില്ലാത്ത മനുഷ്യരാണ് നമ്മളുടെ പുരുഷ സമൂഹം. എന്നാൽ നാം നിവർത്തിക്കാൻ അതൊന്നും കാര്യമാക്കാതെ എനിക്കൊരു സമയം വരും, എന്ന് ഞാൻ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ നിർവഹിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഇതൊക്കെയും പ്രശംസിക്കപ്പെടുന്ന സമയമുണ്ട് എന്ന് മനസ്സിലാക്കി പട്ടണവാതിൽക്കൽ പ്രശംസിക്കപ്പെടും. നമ്മളുടെ കുറിവാക്യത്തിൽ നാം വായിച്ചത് അങ്ങനെയാണ്. പട്ടണവാതിൽക്കൽ പ്രശംസിക്കപ്പെടുന്ന ഒരു അനുഭവം അത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ നൽകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഒന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ കേൾക്കപ്പെട്ടതായ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്താനുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങളിലും ക്രമീകരിക്കപ്പെടാനുണ്ടെന്നുള്ളത് ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പലപ്പോഴും സമയവിനിയോഗത്തിന്റെ കാര്യത്തിൽ ഇത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ ഇതെല്ലാം ഇങ്ങനെ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതെന്ന്. അത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ. അത് മാത്രമാണ്, ദൈവം കൃപ തരുന്നതുകൊണ്ടാ. നിനക്ക് തോന്നും നിന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കത്തക്കവണ്ണമുള്ള കഴിവ് നിനക്കില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന, നിന്റെ ആരോഗ്യം ഒരുപക്ഷെ നിന്നെ അനുവദിക്കുന്നില്ലായിരിക്കും, നിന്റെ അറിവ് കുറവോ വിദ്യാഭ്യാസ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിമിതി അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ കൃപയ്ക്കായി യഹോവ ഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും. യഹോവ ഭക്തി എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം മാത്രം മതി നമ്മുടെ ജീവിതം വിജയകരമാക്കി പൂർത്തീകരിക്കുവാൻ. നമ്മളെ ഓരോരുത്തരെയും ദൈവം അതാത് കുടുംബങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, ഇവരെ ദൈവം നൽകിയത് നിനക്ക് മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെങ്ങനെയുള്ള വ്യക്തികളായി ഭൂമിയിൽ കാണപ്പെടണം എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടി അവരെ മോൾഡ് ചെയ്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരെ ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളവരാക്കി കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ദൗത്യം അത് നിനക്ക് മാത്രമേ നിവർത്തിക്കാൻ പറ്റൂ, മറ്റാർക്കും ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം തക്കതായ വ്യക്തികളെയാ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ
വരുമ്പോ എനിക്കങ്ങ് ഈ ഒരു ബന്ധമൊന്നും വേണ്ടായിരുന്നു, ഇതൊന്നും അല്ലായിരുന്നു. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊന്നും അല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ലഭിക്കപ്പെട്ടതിന് തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ അവഗണിച്ച് കളയുന്ന, അത് ചെറുതായി കാണുന്ന ഒരു അനുഭവം. എന്നാൽ എത്രമാത്രം നിനക്ക് മനസ്സിന് അനഭിമിതമായിട്ട് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും ആ ബന്ധം, ആ കുടുംബജീവിതം, നിനക്ക് ലഭിച്ചിരിക്കുന്നതായി ആ വ്യക്തി, അത് ദൈവത്താലാണ്. അത് ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടതാ. അവരുടെ സ്വഭാവത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ എത്ര ശ്രമിച്ചിട്ടും നീ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ക്രമീകരണം കാണാൻ സാധിക്കുന്നില്ലേ പോലും നിരാശപ്പെട്ടു പോകരുത്. അവരെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റാർക്കും പറ്റത്തില്ല. മറ്റാർക്കും സാധിക്കാത്ത ചില ആത്മീയ ദൗത്യങ്ങൾ, ഭൗമിക കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയ ദൗത്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുക. ആകയാൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു വനിത എന്നുള്ള നിലയിൽ, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ ദൗത്യങ്ങൾ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായി പൂർവം ദൈവനാമ മഹത്വത്തിനായി പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും നമ്മൾ വിജയിക്കപ്പെടുക തന്നെ ചെയ്യും. ആ വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ എങ്ങനെയെങ്കിലും തോപ്പിച്ച് കളയണം, നമ്മളെ എങ്ങനെയെങ്കിലും വീഴ്ത്തി കളയണമെന്നാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഈ ആദ്യത്തെ അമ്മയെ തന്നെ പിടികൂടി. ഹവ്വായെ ആകർഷിച്ചത് സാത്താന. ഹവ്വ മുഖാന്തരമാണ് പാപം തന്നെ ലോകത്തിൽ വരുവാൻ ഇടയായി തീർന്നു. ഈ സ്ത്രീ ഒറ്റയ്ക്കിരിക്കുമ്പം അവളെ സ്വാധീനിക്കാമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് കാരണം എന്നാന്നറിയാം, ഈ സ്ത്രീയിലാണ് സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. സ്ത്രീയുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ സ്ത്രീയുടെ തീരുമാന സ്ഥിരത, അവളുടെ ദൈവത്തിലുള്ള ആശ്രയം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുടുംബത്തിന്റെ ഭാവിയും ഭദ്രതയും ഒക്കെ നിലനിൽക്കുന്നതെന്ന് പിശാചിനറിയാവുന്നത് കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് പിടികൂടുന്നത് സ്ത്രീയെയാ. പുരുഷൻ അതിന് പുറകെ വരത്തുള്ളൂ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നമ്മളെ അങ്ങനെ പിശാചെ സ്വാധീനിക്കുവാനോ പിശാചിന്റെ കയ്യിലെ ഉപകരണമായി മാറുവാനോ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവെ, എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ എന്ന വ്യക്തിയിലൂടെ എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭർത്താവിന്, എൻ്റെ സഹോദരങ്ങൾക്ക്, എനിക്ക് എന്തെല്ലാം നിലകളിൽ, ഒരമ്മ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ ഈ സ്ത്രീത്വത്തിൻ്റെതായ വില മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ച് കാണിക്കത്തക്കവണ്ണം പ്രശംസിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആയിരിക്കാം പല കാര്യങ്ങളിലും വീഴ്ച വന്നുപോയി. ആരോഗ്യം സൂക്ഷിക്കുന്നതിൽ, സുവിശേഷീകരണ ദൗത്യം നിർവഹിക്കുന്നതിൽ, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഇതുവരെയും ചിന്തിച്ച ഓരോരോ വിഷയങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടാകാം, കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. കർത്താവെ, വാസ്തവമായും എന്നോട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായി, നിർവഹണത്തിനായി ഒരുക്കണമേ എന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുമ്പോൾ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഈ ദൈവദാസിമാരെ, സഹോദരിമാരെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീരുവാൻ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുടുംബം, അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, അതിന്റെ അനുഗ്രഹീതമായ ആത്മീയ ഭാവിക്കായി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യ നിർവഹണത്തിനായി ഒരുക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചവരാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവില്ലാതെ പല കാര്യങ്ങളിലും ഞങ്ങൾ അത് വേണ്ട പരിഗണന നൽകാതിരുന്നു. കർത്താവിന് പ്രഥമ സ്ഥാനം നൽകേണ്ട സ്ഥാനത്ത് ഞങ്ങൾ മറ്റു പലതിനും പ്രാധാന്യം കൽപ്പിക്കുന്നവരായി തീർന്നു പോയിട്ടുണ്ട്. ഇനി മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ദിവസത്തിന്റെ ഒന്നാമത്തെ മണിക്കൂർ തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സമയം ഉപയോഗിക്കുവാൻ ഒരിക്കലും വീഴ്ച വരുത്താതെ ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ, ഒരു കാര്യത്തിനും മുടക്കം വന്നു പോകാതിരിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആരോഗ്യം അത് കൃത്യമായി സംരക്ഷിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ശുഭമായും സുഖമായും ഇരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ആരോഗ്യം
വളരെ കരുതലുള്ളവരായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെ സൂക്ഷിപ്പാൻ, ഞങ്ങളുടെ നാവിന്റെ സൂക്ഷിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സാമ്പത്തിക വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വളരെ നിയന്ത്രണത്തോടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത്രയും സാധുക്കളെ സഹായിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കൈ തുറക്കുവാൻ, അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനും പ്പെട്ടിരിക്കുന്ന സുവിശേഷീകരണ ദൗത്യം അത് വില കുറച്ച് കാണാതെ, അതിന്റെ പ്രാധാന്യം കുറച്ച് കാണാതെ കർത്താവെ അത് വളരെ ഗൗരവമായി സുവിശേഷീകരണം നിർവഹിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ ഓരോ വ്യക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെ മേലും പകരണമേ. വരുന്ന ദിവസങ്ങളിൽ വളരെ ഫലവത്തായ ഗുണകരമായ ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സകല വിഷയവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ. ആമേൻ.